ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പ്രേക്ഷകരായിട്ട് പറയാനുള്ളത് ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ നല്ലൊരു 2025 തന്നെ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ റിയാക്ഷൻ ഒന്നുമല്ല. നമ്മൾ 2024 നമുക്കറിയാം, മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു നല്ലൊരു വർഷം തന്നെയാണ്. ഇന്ത്യയിലെ മറ്റുള്ള ലാംഗ്വേജുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ വിജയം കൈവരിച്ചതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നിരൂപക പ്രശംസ കിട്ടിയതും മലയാളം സിനിമയ്ക്ക് തന്നെയായിരുന്നു. ഒരുപാട് OTT പ്ലാറ്റ്ഫോമിലാണെങ്കിലും ഇപ്പം നമ്മുടെ തിയേറ്ററിലാണെങ്കിലും ഒരുപാട് ഹിറ്റുകളൊക്കെ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. 2024 ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് അല്ലേ മലയാളം സിനിമ തന്നെയായിരുന്നു. അപ്പൊ ഞങ്ങൾക്കും കുറെ മലയാള സിനിമകൾ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ആദ്യം ഒരു ടോപ്പ് 10 ചെയ്യാൻ വേണ്ടിയുള്ള 15 എന്ന് വെച്ചാല് നമുക്ക് ചില പടങ്ങൾ ഇതിനകത്തൊന്നും കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളതൊരു മലയാളത്തിൽ ഇഷ്ടപ്പെട്ട ഒരു 15 സിനിമയുടെ ലിസ്റ്റ് എടുത്ത് 15നും മുകളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകളുണ്ട്. പിന്നെ നമ്മൾ അതിൽ നിന്നും സോർട്ട് ചെയ്തിട്ടാണ് ഒരു 15 സിനിമകൾ ഇതിനകത്ത് സെലക്ട് ചെയ്തത്. അതിനകത്ത് ചിലത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, ഇല്ലേ, ചിലത് ഇഷ്ടപ്പെടാത്ത സിനിമകളൊക്കെ കാണാതിരിക്കും. ചിലപ്പോൾ ഈ ലിസ്റ്റിന് അകത്തില്ലാത്ത സിനിമകൾ ചിലപ്പം നിങ്ങൾക്ക് കാണാം. പിന്നെ ഇതിനകത്ത് കുറച്ച് സിനിമകൾ നമ്മൾ ഇപ്പൊ 2024 ഇറങ്ങിയതിനകത്ത് എല്ലാ പടങ്ങളും നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ കണ്ട സിനിമ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു 15 സിനിമകൾ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ബാക്കിൽ നിന്നും ഒന്നാം സ്ഥാനത്തിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ഏതാണെന്നുള്ളതാണ്. അപ്പൊ ചിലത് നിങ്ങൾക്ക് സ്ഥാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ അഭിപ്രായത്തിന് മാറിയേക്കാം. ഇത് നമ്മുടെ രണ്ടുപേരും കൂടെ എടുത്തൊരു തീരുമാനത്തിലാണ് ഈ ഒരു ഇത് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ 15ാമതായിട്ട് നമുക്ക് ഇതിനകത്ത് പറയുന്നത് ഗോളം സിനിമയാണ്. സത്യം പറഞ്ഞാല് നമ്മൾ യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ അല്ലേ ഒരു നോർമൽ ത്രില്ലർ എന്നുള്ള രീതിയിൽ കണ്ടതാണ്. സ്റ്റാർട്ടിങ് കുറച്ചു നേരം വന്നിട്ട് പിന്നീട് ഈ പടത്തിൽ നമ്മളങ്ങ് എൻഗേജ് ചെയ്യുന്നത് അതെ. ഇതിനകത്ത് ഒരു മർഡർ ആണെങ്കിലും ആ മർഡർ തെളിയിക്കുന്നതാണെങ്കിലും നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പുതുമ നമുക്ക് ഈ സിനിമയിൽ ഫീൽ ചെയ്ത്. മാത്രമല്ല, കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണും. ഒരു വെറൈറ്റി ത്രില്ലറാണ്. പക്ഷെ അതിനകത്ത് അവര് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രധാന സംഭവമില്ലേ, അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. പെട്ടെന്ന് അത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ നടക്കുമോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അപ്പം ആ ഒരു സിനിമയാണ് നമ്മൾ സെലക്ട് ചെയ്തത് 15ാമത്തത്. 14ാമത് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് വാഴ മൂവിയാണ്. വാഴ മൂവി നമ്മൾ ശരിക്കും എന്റർടൈൻ ചെയ്തൊരു പടം തന്നെയാണ്. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. എന്ന് വെച്ചാല് ഇതിനകത്ത് കോമഡി ആണെങ്കിലും പിന്നീട് വരുന്ന ഇമോഷൻ രംഗങ്ങളാണെങ്കിലും നമ്മൾ ഒരുപാട് ആസ്വദിച്ച് സാറ്റിസ്ഫൈഡോട് തന്നെ നമ്മൾ തിയേറ്ററിൽ നിന്നും ഇറങ്ങിയ ഒരു പടം തന്നെയായിരുന്നു. 13ാമതായിട്ട് നമ്മൾ പറയുന്നത് മലയിക്കോട്ടെ വാലിബനാണ്. എനിക്കറിയാം, ഇത് പറയുമ്പോൾ ചിലർക്ക് ഈ പടം ഇഷ്ടപ്പെടാത്തവരുണ്ട്, ഈ പടം ഒരുപാട് ഇഷ്ടപ്പെട്ട ആൾക്കാരും ഉണ്ട്. ഞങ്ങൾക്ക് പേഴ്സണലി ഈ പടം ഇഷ്ടപ്പെട്ട ഒരു പടം തന്നെയാണ്. 2024 നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ ഒരു മേക്കിങ്ങും പിന്നെ എടുത്തു പറയേണ്ടതിനകത്ത് ലാലേട്ടന്റെ ആ ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. പടം ഒരു സ്ലോ, പിന്നെ ഒരു നാടോടി കഥ, വിഷ്വല് ഭയങ്കരമായിരുന്നു. നമ്മൾ ആ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ തന്നെ നമ്മള് മറ്റൊരു ഇല്ലേ യൂണിവേഴ്സിൽ എത്തിയ ഒരു വിഷ്വല് ഭയങ്കരമായിരുന്നു. അത് എന്തോ ഈ പറയുന്ന മിക്സഡ് റിവ്യൂ ആണ് നമ്മുടെ പബ്ലിക്കിൽ നിന്ന് കിട്ടിയത്. അപ്പം ചിലർക്ക് ഈ ഒരു അഭിപ്രായത്തോട് യോജിപ്പ് ഇല്ലായിരിക്കാം. പക്ഷെ ഞങ്ങൾക്ക് ഈ സിനിമ കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തന്നെയായിരുന്നു. 12ാമതായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് തലവൻ മൂവിയാണ്. നമ്മുടെ ആസിഫ് അലി അതുപോലെ തന്നെ ബിജു മേനോൻ ആണ്. അത് ഇതിനകത്തെ ആ ഒരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകമെന്ന് തന്നെ പറയാം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം, ഇവിടെ ഇല്ലേ ആസിഫ് അലി എടുക്കുന്ന പടങ്ങളെല്ലാം നല്ല പടം തന്നെ. നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതും ഒരു ത്രില്ലർ ജേണലിൽ പെടുന്ന പടം തന്നെയാണ്. ഈ പടവും നമുക്ക് ഒരു പുതുമ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അതുവരെ കാണാത്ത ഒരു രീതിയല്ല ഈ ഒരു സിനിമയുടെ ഒരു ഒരു അപ്രോച്ച് കാണിച്ചേക്കുന്നത്. കാണാത്ത രീതിയായിരുന്നു. അതെ. അപ്പൊ എന്തുവായാലും തലവൻ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയതിനകത്ത് നമുക്കെന്നല്ല, എനിക്കൊന്നും നമ്മള് അന്നത്തെ റിവ്യൂ നമ്മൾ കുറെ കണ്ടപ്പോഴും ഒരുപാട് പേര് ഇതിന് പോസിറ്റീവായിട്ട് തന്നെയാണ്, നെഗറ്റീവ് അധികം വന്നിട്ടില്ല ഈ ഒരു സിനിമയ്ക്ക്. അപ്പൊ നമ്മള് 12ാമതായിട്ട് സെലക്ട് ചെയ്തത് തലവൻ മൂവിയാണ്. 11ാമതായിട്ട് മാർക്കോയാണ്. മാർക്കോ ഇപ്പൊ നമുക്കറിയാം, ഇപ്പം പാൻ ഇന്ത്യൻ ലെവലില് പാൻ ഇന്ത്യനായിട്ട് ഇപ്പം ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. നമുക്കറിയാം, നമ്മുടെ ഇതുവരെയുള്ള ഒരുപാട് പടങ്ങൾ ഹിറ്റായിട്ടുണ്ടെങ്കിലും ഈ ഹിന്ദി വേർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് കളക്ഷൻ കുറച്ച് കുറവാണ്. ഉണ്ട്, എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കളക്ഷൻ കിട്ടുന്നില്ല. പക്ഷെ അതെ, ഇപ്പം എല്ലാവർക്കും കാണാൻ പറ്റത്തില്ല. മാസ് എനിക്ക് ഇപ്പം ഹിന്ദി പ്രേക്ഷകർ കൂടെ ഇപ്പൊ അവർക്ക് കൂടുതൽ മാസ് വയലൻസ് ഒക്കെ ഇഷ്ടമായതുകൊണ്ടായിരിക്കാം ഇപ്പൊ ഈ ഒരു സിനിമ അവിടാണ് ഭയങ്കരമായിട്ട് കളക്ഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്ന് വന്ന അപ്ഡേഷൻ അനുസരിച്ച് തന്നെ 500 തിയേറ്ററിലോളം ആയിട്ടുണ്ട്. അപ്പൊ ഒരു മലയാള സിനിമയെ സംബന്ധിച്ച് അത്രയും തിയേറ്ററിൽ കയറുക, അല്ലെ ഒരു 1200 ഷോസ് ഒരു ദിവസം കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല.
അത് മാത്രമല്ല ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം GCC മറ്റുള്ള രാജ്യങ്ങളിലും ഹിന്ദി വേർഷനും റിലീസ് ചെയ്യുന്നുണ്ട്. മലയാളം വേർഷൻ അല്ലാതെ ഹിന്ദിയും മറ്റുള്ള രാജ്യങ്ങളിലും ഇതിന്റെ വേർഷൻ പോകുന്നുണ്ട്. അപ്പൊ അത് ഒരു വലിയ കാര്യം തന്നെയാണ്. നല്ല അഭിപ്രായം തന്നെയാണ്. പിന്നെ ഈ കൂടുതൽ വയലൻസ് കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഒരു പടം കാണുക. അപ്പൊ നമുക്ക് പേഴ്സണലി ഇതിനകത്ത് കുറച്ച് വിയോജിപ്പുകളുണ്ട് സിനിമയിലെ കുറച്ച് കാര്യങ്ങൾ, നമുക്കൊരു ആവറേജ് ഫീലാണ്. പക്ഷെ ഇതിനകത്ത് ഫൈറ്റും അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു വയലൻസും ഒക്കെ തന്നെ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ചിത്രീകരണം തന്നെയാണ്. പിന്നെ നമുക്കറിയാലോ, നമുക്ക് മലയാളത്തിന്റെ ഇപ്പോൾ ഒരു നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന രീതിയിലേക്ക് വളരുന്ന ഒരാളുടെ അഭിനയമാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു സിനിമ 11ാമതായിട്ട് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പൊ 11ാമത്തെ നമ്മുടെ ചിത്രം മാർക്കോയാണ്. 10ാമത് നമ്മൾ പറയുന്നതാണ് കിഷ്കിന്ധാകാന്ഡം. കിഷ്കിന്ധാകാന്ഡം എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് തന്നെയാണ്. കിടില സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ തിയേറ്ററിൽ തന്നെയാണ് പടം പോയി കണ്ടത്. ഇതിന്റെ ആ ഒരു ഡീറ്റെയിലിംഗ് ആണ് ഇഷ്ടപ്പെട്ടത്. നമ്മൾ ആ ഒരു മിസ്റ്ററിക്കകത്ത് മിസ്റ്ററി ഉണ്ടാക്കുന്ന സംഭവങ്ങൾ, ഇപ്പൊ ഒരു തോക്ക് മിസ് ചെയ്യുന്ന, തോക്കിനകത്ത് ബുള്ളറ്റ് പോകുന്ന, അങ്ങനെ അതിനെ ചൊല്ലിപ്പം ഇല്ല, അത് കറക്റ്റ് ഡീറ്റെയിലിംഗ് ആയിട്ട് എന്ന് വെച്ചാൽ ഇലക്ഷൻ വരുമ്പോ ഈ തോക്കിന്റെ എണ്ണം ആ സ്ഥലങ്ങളിലുള്ള സബ്മിറ്റ് ചെയ്യണ ലൈസൻസ് ഉണ്ട്, അതിനെ പറ്റിയുള്ള ഡീറ്റെയിലിംഗ് കൊടുത്ത് സ്ലോ പേസിലാണ് പോകുന്നത്. പിന്നെ അവിടുന്ന് ഒരു മർഡറിലേക്ക് മാറി പിന്നെ അത് എങ്ങനെയാണ് എന്നുള്ളത് അത് ആ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ട് ആ സ്ക്രിപ്റ്റിനകത്ത് കൊടുത്തത് ഭയങ്കരമായിരുന്നു. നമ്മൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയെന്ന് പറയാം. പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊക്കെയാണ്. ഇപ്പൊ ഒരു ക്ലൈമാക്സിലേക്ക് വന്നപ്പോ ആ ഒരു മിസ്റ്ററി അവസാനിപ്പിക്കുന്ന ഒരു ചെറിയൊരു ട്രാജഡിയിലോട്ട് അതിലൂടെയൊക്കെയാണ്. മാത്രമല്ല പടങ്ങൾ നമുക്ക് നിഗൂഢമായി നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാടും ഒരു വ്യത്യസ്തത ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ് സ്ക്രിപ്റ്റ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടപ്പെട്ടതിനകത്ത് ഏറ്റവും നല്ലൊരു സ്ക്രിപ്റ്റ് ഈ ഒരു പടത്തിന്റെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ടോപ്പ് 10-നകത്ത് 10ാം സ്ഥാനം നമ്മൾ ഇതിന് കൊടുത്തേക്കുന്നത്. 9ാമതായിട്ട് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് ആട്ടം സിനിമയാണ്. ആട്ടം സിനിമ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ദേശീയ പുരസ്കാരം കിട്ടിയ ഒരു ചിത്രമാണ്. ഇതിനകത്തും ഈ പറയുന്ന കൂട്ടി സ്ക്രിപ്റ്റ് നമുക്കറിയാം. ഇപ്പം കുറച്ച് ആളുകളെ വെച്ചിട്ട് ഒരു റൂമിനകത്ത് അവരുടെ കോൺവെർസേഷൻ വെച്ചിട്ട് ഒരു പടം ഗ്രിപ്പിംഗ് ആക്കുക എന്ന് പറഞ്ഞാല് അത് ചെറിയ കാര്യമല്ല. അതിൽ ഈ ഒരു നമ്മൾ കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് വലിയ ഇത് തോന്നുന്നില്ല, പക്ഷെ അവസാന ക്ലൈമാക്സിലോട്ട് എത്തുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് അവരുടെ ഒരു മെസ്സേജ് അവര് ഇപ്പൊ എനിക്ക് ആദ്യം കണ്ടപ്പോ തോന്നി ക്ലൈമാക്സിൽ പക്ഷെ അവരത് പറയേണ്ടിയിരുന്നു എന്നുള്ള ഒരു തോന്നി. ചിലർക്ക് ആ ഒരു എനിക്ക് അങ്ങനെ തോന്നി, പക്ഷെ അത് പറയാതെ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ്. നല്ല ഗ്രിപ്പിംഗ് ആയിരുന്നു. പിന്നെ ആ ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ പലർക്കും പല പല അഭിപ്രായങ്ങൾ, ഓരോരുത്തരുടെ മൈൻഡ് എങ്ങനെയാണ് അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിലിംഗ് ആയിട്ട് തന്നെ ഈ ഒരു സിനിമയിൽ നമുക്കത് മനസ്സിലാക്കി സാധിക്കുന്നുണ്ട്. ഒരു നല്ലൊരു മെസ്സേജ്, നല്ലൊരു ചിത്രം തന്നെയാണ്. അതുകൊണ്ടാണ് നല്ലൊരു പടമാണ്. ഒരുപാട് പേര് ഇപ്പൊ തന്നെ ഞാൻ ആട്ടം കാണാത്ത ഒരുപാട് പേരുണ്ട്. എന്ന് വെച്ചാൽ അവാർഡ് മൂവി എന്നുള്ള രീതിയിൽ കാണാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇത് തീർച്ചയായിട്ടും കാണേണ്ട ഒരു പടം തന്നെയാണ്. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ഇത് 9ാമതായിട്ട് ആട്ടം സെലക്ട് ചെയ്തത്. 8ാമതായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പടം ഉള്ളൊഴുക്കാണ്. ഉള്ളൊഴുക്ക് ഈ പറയുന്ന തൊട്ട് നമ്മൾ ഇല്ലേ ഈ സ്ലോ പേസിലാണ്. അതിനകത്ത് വിഷയമാണ് ഈ ഒരു സിനിമയിലെ മെയിൻ ഘടകം എന്ന് പറയുന്നത്. അതിനകത്ത് അവർ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. ആ ഒരു വിഷയം നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു മെയിൻ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രകടനമാണ്. ഉർവശിയുടെ അതുപോലെ തന്നെ പാർവതിയുടെയും അഭിനയം ഭയങ്കരമായിരുന്നു. നമ്മൾ സത്യം പറഞ്ഞാൽ അവരുടെ അഭിനയം കൊണ്ടാണ് നമ്മൾ ആ ഒരു സിനിമയിലോട്ട് കൂടുതൽ അങ്ങോട്ട് ഇല്ലേ അടുത്തത് എന്ന് തന്നെ പറയാം. പിന്നെ ഇതിനകത്ത് ഒരു ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഒരു ഫീൽ ഗുഡും കൂടെ നമുക്ക് തരുന്നുണ്ട്. വിഷമഘട്ടമാണെങ്കിൽ തന്നെ ഒരു മനസ്സിലൊരു കുടുംബം തരുന്ന രീതിയിലാണ് ആ ഒരു സിനിമ അവസാനിക്കുന്നത്. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമ തന്നെയായിരുന്നു ഉള്ളൊഴുക്ക്. 7ാം സ്ഥാനത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട പടം ARM-ആണ്. 3D തന്നെ കണ്ട സിനിമയാണ്. അതിനകത്ത് ഈ പറയുന്നോട്ട് ഒരു ഫാന്റസി ഇല്ലേ, ആ ഒരു വിഷ്വല് തന്നേക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു ചിയോദിക്കാവ് അങ്ങനെ ഒരു സ്ഥലം ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആ ഒരു ഗ്രാമപ്രദേശത്തിലോട്ട് നമ്മളെ അങ്ങ് അടുപ്പിച്ച് നമ്മൾ ആ ഒരു ഗ്രാമത്തിൽ ഒരാളായിട്ട് മാറുന്ന രീതിയിലാണ് ഇവർ ഈ കഥ പറഞ്ഞു പോയത്. നമ്മൾ ഈ പറയുന്നത് ഒരു മുത്തച്ഛി കഥ പറയുന്ന ഒരു രീതിയിലാണ് ഈ ഒരു സിനിമ. ഇതിനകത്ത് അതിനകത്ത് പിന്നെ ഈ മണി എന്നുള്ള കഥാപാത്രം നമുക്ക് കൂടുതൽ അട്രാക്റ്റീവ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് മണി എന്നുള്ള ക്യാരക്ടർ. അത് ടൊവിനോ സത്യം പറഞ്ഞാൽ ഇല്ല അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പടം മൊത്തത്തിൽ തൂക്കി എന്ന് പറഞ്ഞാൽ ടൊവിനോയുടെ ആ ഒരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു പടം കൊണ്ടുപോയത്. പിന്നെ ആ ഒരു കഥ പറഞ്ഞ രീതിയും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടാണ്. ഇതിനകത്ത് പിന്നെ ടെക്നിക്കലിയും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമ. ഇപ്പം BGM ആണെങ്കിലും എനിക്കിപ്പം ഈ കഴിഞ്ഞ വർഷം നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു 5-6 സിനിമയുടെ BGM എടുക്കുകയാണെങ്കിൽ ARM-ന്റെ BGM തന്നെയാണ്. പിന്നെ അതിനകത്തെ ആ ഒരു വള്ളുവനാടൻ രീതിയിലുള്ള ഒരു നാടൻ പാട്ടുകൾ ഇതിനകത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ARM-ആണ്. 6ാമതായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പടം സൂക്ഷ്മദർശിനിയാണ്. നമ്മള് നമ്മൾ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ തന്നെ പോയതാണ്.
നമ്മൾ പ്രതീക്ഷിച്ചത് ഈ പറയുന്നോട്ട് ഒരു കോമഡി എന്നുള്ള രീതിയിലാണ് പോയത്. അവര് തമ്മിലുള്ള ഒരു കോംബോ എന്ന് പറയുമ്പോൾ കോമഡിയാണ് നമ്മൾ, പക്ഷെ അതിന്റെ ട്രെയിലർ കണ്ടപ്പോ ചെറിയൊരു സീരിയസ്നെസ് തോന്നി. ഒരു ത്രില്ലറും കോമഡിയും ഉള്ളത് സംഭവം അത് തന്നെയാണ്. പക്ഷെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമയുടെ ഹ്യൂമർ ഒക്കെ ഉണ്ട്, ബ്ലാക്ക് ഹ്യൂമർ രീതിയിലാണ് പടം വർക്കായിട്ടുണ്ട്. ശരിക്കും തിയേറ്ററിൽ നമ്മള് ഇല്ലേ പൂർണ്ണ സംതൃപ്തിയോടെ ഇറങ്ങിയൊരു ചിത്രം തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മള് പ്രതീക്ഷയിനപ്പുറം കിട്ടുന്ന ചില സിനിമകളുണ്ട്. അപ്പൊ ഒരു പേരിനോട് ശരിക്കും ഒരു നീതി പുലർത്തിയ ഒരു പടമായിരുന്നു സൂക്ഷ്മദർശിനി എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് എല്ലാവരുടെയും പെർഫോമൻസ് ഇല്ലേ, ഇപ്പൊ നസ്രി ആണെങ്കിലും ബേസിലാണെങ്കിലും സിദ്ധാർത്ഥ ആണെങ്കിലും പിന്നെ അതിനകത്ത് വേറെ 2 നസ്രിയുടെ കൂട്ടുകാരുടെ അഭിനയിച്ചു, അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, അവരുടെ അഭിനയമാണെങ്കിലും കിടിലായിരുന്നു. അവരുടെയൊക്കെ കോമഡി ഒക്കെ ഇതിനകത്ത് ശരിക്കും വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഒന്നും വേസ്റ്റ് ആയില്ല. എന്ന് വെച്ചാൽ കോമഡി നമ്മൾ ചീറ്റിപ്പോയ കോമഡി അങ്ങനൊന്നും ഇല്ലായിരുന്നു. ബ്ലാക്ക് ഹ്യൂമറൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ത്രില്ലിംഗ് എലമെന്റ്സ് തന്നതും ഈ ടെൻഷൻ ഇരിക്കുന്ന സീനുകളാണെങ്കിലും ക്ലൈമാക്സിലെ ആ ഒരു ട്വിസ്റ്റുകളൊക്കെ ആണെങ്കിലും തന്നെ പടം സിദ്ധാർത്ഥന്റെ ക്യാരക്ടർ സൂപ്പറായിരുന്നു. മൊത്തത്തില് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പടമായിരുന്നു സൂക്ഷ്മദർശിനി. അതുകൊണ്ട് നമ്മൾ 6ാം സ്ഥാനമാണ് സൂക്ഷ്മദർശിനി കൊടുത്തിരിക്കുന്നത്. 5ാമത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് വേണം ആടുജീവിതമാണ്. ആടുജീവിതം ഈ പറയുന്നത് നമ്മൾ ഒരുപാട് നാളുകൊണ്ട് കാത്തിരുന്ന ഒരു സിനിമ തന്നെയായിരുന്നു. നമ്മൾ ആ നോവൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് അവരുടെ എല്ലാ ക്യാരക്ടറും കാര്യങ്ങളും ഒക്കെ നമുക്കൊരു വിഷ്വൽ ഉണ്ടായിരുന്നു. ആ ഒരു വിഷ്വൽ അതേപടി തന്നെ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിച്ചു എന്ന് തന്നെ പറയാം. അതില് ബ്ലെസ്സി എന്ന ഒരു ഡയറക്ടറെയാണ് നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് മൂവി തന്നെയാണ്. പിന്നെ ഈ പാൻ ഇന്ത്യൻ ലെവൽ ഇപ്പം നമുക്ക് പുറത്തോട്ടും ഇന്ത്യ മൊത്തവും ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമ തന്നെയാണ് ഗോഡ് ലൈഫ് എന്ന് പറയുന്നത്. അത് അത്രയ്ക്ക് എന്ന് വെച്ചാൽ ഈ സർവൈവൽ ത്രില്ലർ ഇത് സർവൈവൽ ഡ്രാമയാണ്. അപ്പൊ അങ്ങനെയുള്ള സിനിമ സക്സസ് ആക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. അതിനകത്ത് ഈ പടം വിജയിച്ചു എന്ന് തന്നെ പറയും. ഇതിനകത്ത് വിഷ്വൽ ആണെങ്കിലും ടെക്നിക്കലി ഇതിന്റെ സൗണ്ട് ഭയങ്കര കിടിലം തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് പൃഥ്വിരാജ് സുകുമാരൻ, പുള്ളിയുടെ അഭിനയം എന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് നാഷണൽ അവാർഡ് അദ്ദേഹത്തിന് തന്നെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ അതിനപ്പുറം ഏത് സിനിമയിൽ ഏത് ആക്ടർ എന്നുള്ള രീതിയിലാണ് നമുക്ക് ചിന്തിക്കുന്നത്. എന്ന് വെച്ചാൽ അതിനപ്പുറം നമ്മൾ ഈ ഒരു വർഷം ഞങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയനിൽ അതിനപ്പുറം വേറെ അഭിനയം നമ്മൾ വേറെ ആരെയും കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അനുസരിച്ച് അദ്ദേഹത്തിന് തന്നെ നാഷണൽ അവാർഡ് ഈ പ്രാവശ്യം കിട്ടണം എന്ന് തന്നെയാണ്. 4ാമതായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് ആണ്. മഞ്ഞുമൽ ബോയ്സ് നമുക്കറിയാം 2024 ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച പടമാണ്. മലയാളത്തിൽ 220-230 കോടി കളക്ഷൻ ചെയ്തു. അത്ര ആദ്യത്തെ 200 കോടിയാണെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്ത 200 കോടി കിട്ടിയ ആദ്യത്തെ ചിത്രം തന്നെയാണ്. അപ്പം അതിനകത്ത് എനിക്കൊന്ന് കൂടുതലും 70-75 കോടിയോളം തമിഴ്നാട്ടിൽ നിന്നും കളക്ട് ചെയ്തു. അവർക്കും ഈ പടം ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനകത്തെ ആരും നമുക്കറിയാം ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ഇതൊരു സർവൈവൽ ത്രില്ലറാണ്. നമുക്ക് അവസാനം അവരെ രക്ഷിക്കുന്ന രീതിയാണെങ്കിലും ആ ഒരു പാട്ടിന്റെ പ്ലേസ്മെന്റ് ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട് ഓർക്കാൻ തന്നെ. ആ ഒരു പാട്ടിന്റെ പ്ലേസ്മെന്റിൽ കിട്ടിയ ഒരു ഗൂസ് ബംസ് എന്ന് നമുക്കറിയാം തിയേറ്ററിൽ കിട്ടിയ. അത് നമുക്ക് ഈ 2024 നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവം തന്നെയായിരുന്നു. 2024 തന്നെ തിയേറ്ററിൽ നമ്മുടെ ഒരു മികച്ച അനുഭവം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തെ ആ ഒരു പൊക്കുമ്പോൾ ആ ഒരു പാട്ടിന്റെ പ്ലേസ്മെന്റും അവിടെ ആ കയ്യടി ആ ഒരു തിയേറ്ററിൽ അടിപൊളിയാണ്. അവിടെ ആ ഒരു തിയേറ്ററിൽ ആ ഒരു കയ്യടി നമുക്ക് ഇപ്പോഴും ഇങ്ങനെ ശരിക്കും ഓർക്കാൻ പറ്റും. എന്ന് വെച്ചാല് അത്രയും കിടിലായിരുന്നു. അപ്പം മഞ്ഞുമൽ ബോയ്സ് ആണ് നമ്മൾ 4ാമതായിട്ട് സെലക്ട് ചെയ്തത്. 3ാമതായിട്ട് നമുക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് പ്രേമലുമാണ്. പ്രേമലു ശരിക്കും നമ്മുടെ മൈൻഡ് ഫ്രീ ആയി എൻജോയ് ചെയ്ത് ചിരിച്ച് കണ്ടൊരു പടമാണ്. അതുകൊണ്ടാണ് നമ്മൾ 3ാമതായിട്ട് സെലക്ട് ചെയ്തത്. അപ്പം ചിലർക്ക് ഇതിനോട് വിയോജിപ്പ് ഉണ്ടാകാൻ പറ്റില്ല. 3ാം സ്ഥാനമൊക്കെ കൊടുക്കണോ, അതിനെക്കാട്ടി ഒത്തിരി പടങ്ങളൊക്കെ ഇല്ലയോ എന്നൊക്കെ പറയും. പക്ഷെ നമ്മളുടെ ഒരു അഭിപ്രായ പ്രകാരം നമ്മൾ തിയേറ്ററിൽ പോയിട്ട് ഒരുപാട് ഇല്ലേ ഇഷ്ടപ്പെട്ട നമ്മള് മനസ്സ് സംതൃപ്തിയോടെ വന്ന പടങ്ങളുടെ ലിസ്റ്റിനകത്ത് പെടുത്താൻ പറ്റുന്ന പടം തന്നെയായിരുന്നു. ഇതിനകത്ത് എടുത്തു പറയേണ്ട എല്ലാവരുടെ അഭിനയം ഇല്ലേ, എല്ലാവരുടെ അഭിനയം കിടിലായിരുന്നു. പിന്നെ ഇതിനകത്ത് ഓരോ കോമഡിയും ശരിക്കും വർക്കൗട്ടായ കോമഡികളാണ്. പിന്നെ ഇതിനകത്തെ ആ ഒരു കണ്ണിനൊരു കുളിർമ തരുന്ന രീതിയിലായിരുന്നു. നമ്മുടെ ആ ഇപ്പം ഹൈദരാബാദ് അതിനകത്ത് കൂടുതൽ കാണിച്ചിരുന്നത്. അത് നല്ല രീതിയിൽ അതിന്റെ വിഷ്വൽസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഫ്രഷ്നെസ് പഴയ കഥയാണെങ്കിലും നമുക്ക് അതിനകത്ത് ഈ ഒരു ഹൈദരാബാദും പിന്നെ പുതിയ ആൾക്കാരൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു ഫ്രഷ്നെസ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പ്രേമലുമാണ് അതുകൊണ്ട് നമ്മൾ 3ാമതായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. 2ാമതായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് പ്രമേയുഗം എന്ന് പറഞ്ഞാല് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിനകത്ത് നമ്മളെ ഞെട്ടിച്ച സംഭവം തന്നെയാണ്. അതിനകത്ത് ഞെട്ടിച്ച സംഭവം എന്ന് പറഞ്ഞാല് ആ 3 പേരുടെ പ്രകടനം അല്ലെ, മമ്മൂക്ക നമ്മളെ പിടിച്ചിരുത്തുന്ന ടൈപ്പ് ഒരു അതിന്റെ സ്ക്രിപ്റ്റ് ആണെങ്കിലും അത് മേക്ക് ചെയ്തേക്കുന്ന രീതിയാണെങ്കിലും പിന്നെ ഇവരുടെ അഭിനയ പ്രകടനങ്ങൾ, അതുപോലെ ഇതിനകത്ത് എടുത്തു പറഞ്ഞ ഇതിനകത്ത് സംഭാഷണം ഒരു 17ാം നൂറ്റാണ്ടിലെ ആ ഒരു സംഭാഷണ രീതികള്, പിന്നെ ഇവരുടെ രീതികള് അല്ലേ. പിന്നെ ഇതിനകത്ത് ഒരുപാട് എല്ലാ ക്യാരക്ടറിനും വേറെ വേർഷൻ അത് കാണിക്കുന്നുണ്ട്. ആദ്യം വരുന്ന വേർഷൻ അല്ലാതെ ആ ക്യാരക്ടറിന് ചേഞ്ച് കാണിക്കുന്നുണ്ട്. അതൊക്കെ കിടിലായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. നമ്മൾ ശരിക്കും ഈ തിയേറ്ററിൽ ഇരുന്ന് നമ്മൾ ഞെട്ടിപ്പോയി അല്ലെ, ഞെട്ടിച്ച് കളഞ്ഞ ഒരു സിനിമ തന്നെയായിരുന്നു പ്രമേയം എന്ന് പറയുന്നത്.
പിന്നെ ഇന്നത്തെ പ്രകടനം തന്നെയായിരുന്നു. ഈ 3 പേരുടെ പ്രകടനം മമ്മൂക്കയുടെ പിന്നെ പറയേണ്ട കാര്യമില്ല. മമ്മൂക്കയുടെ ആ കിടുവാണ് ഇപ്പോഴും. എനിക്കൊന്ന് 2024 ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു പ്രമേയം. ഇവരുടെ എന്ന് വെച്ചാൽ മമ്മൂക്കയുടെ അഭിനയമാണ് ഇതിനകത്ത് കൂടുതലായിട്ടും എല്ലാവരും സത്യം പറഞ്ഞാൽ പുള്ളി ഞെട്ടിച്ചളഞ്ഞെന്ന് പറയാം. ക്ലൈമാക്സ് ഭാഗമൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ കണ്ടിരിക്കുകയാണ് പുള്ളിയുടെ അഭിനയം. ഇതെന്ത് കാണിക്കുന്നുണ്ട്. അതെ, ഒരു എന്ന് വെച്ചാൽ ഇതൊരു പരീക്ഷണ ചിത്രം തന്നെയാണ്. പരീക്ഷണ ചിത്രം തന്നെ. ഞാൻ ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്നിട്ട് ഒരു പടം ഇത്രയും വിജയിപ്പിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അപ്പം ആ ഒരു പരീക്ഷണം മലയാള സിനിമ സക്സസ് ആക്കി എന്ന് തന്നെ പറയാം. ഒന്നാമതായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആവേശമാണ്. കാരണം നമുക്ക് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഈ ആവേശം എന്നുള്ള സിനിമ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു എല്ലാ മലയാളികളുടെയും ഇപ്പൊ ഈ ആവേശ സിനിമ കണ്ടവരുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ടോപ്പ് 5 എന്തോരം എല്ലാവരും ആവേശത്തിന്റെ പേര് തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കണ്ടെങ്കിൽ നമുക്ക് അതിന്റെ എഫക്ട് നമുക്ക് ഈ ആവേശം കിട്ടത്തുള്ളൂ. ഈ പേര് 3 പടം അറിയും. പക്ഷെ അതിൽ നമുക്ക് ഏറ്റവും നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആവേശം തന്നെയായിരുന്നു. നമ്മള് തിയേറ്ററിൽ ഒരു ഓളമായിട്ടില്ലേ, ഓളം ഉണ്ടാക്കി നമ്മൾ ശരിക്കും ചിരിച്ച് അതുപോലെ തന്നെ ഇല്ലേ നമ്മൾ ഇതിനകത്ത് അഭിനയം തന്നെ എന്ന് വെച്ചാൽ ഇപ്പൊ ഇതിനകത്ത് ഭഗതിന്റെ അതുപോലെ നമ്പാനായിട്ടൊക്കെ നമ്മളെ പുള്ളിയൊക്കെ വന്നതൊക്കെ ഇതിനെ തന്നെ പറയായിരുന്നു. നമ്മളിപ്പം സെക്കൻഡ് പാർട്ടുകളൊക്കെ നമ്മൾ ഒരുപാട് സിനിമ നമ്മളിപ്പോ ഇതിന്റെ സെക്കൻഡ് റൺ നമ്മൾ ആലോചിക്കാറുണ്ട്. ഇതിന്റെ സെക്കൻഡിന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ പേഴ്സണലി ഒരു സെക്കൻഡ് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആവേശത്തിന്റെ സെക്കൻഡ് വന്നു കഴിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് അത്രയ്ക്കും കഴിഞ്ഞ വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ തന്നെയായിരുന്നു. നമ്മള് ഭയങ്കര ഒരു ഹാപ്പി മൂഡിലായിരുന്നു. നമ്മൾ ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് ഭയങ്കര ഹാപ്പി മൂഡായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ കോമഡികളാണെങ്കിലും ഇതിന്റെ ക്ലിപ്സ് ഒക്കെ എടുത്തെടുത്ത് ഒരുപാട് കാണുന്നതും ഒക്കെ ആവശ്യമായിരുന്നു. പിന്നെ OTT വന്നതിന് ശേഷവും കൂടുതലായിട്ട് ഇതിന്റെ സീൻസ് ഒക്കെ എടുത്ത് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് കണ്ടൊരു സിനിമയായിരുന്നു ആവേശം. അതിനകത്ത് നമുക്ക് ഒന്നും പറയാനില്ല. ഫഹദ് ഫാസിൽ പുള്ളിയുടെ ആ ഒരു പ്രകടനം തന്നെയായിരുന്നു നമ്മൾ ഞെട്ടിച്ചു കളഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ 2024 ഇഷ്ടപ്പെട്ട സിനിമകളുടെ ലിസ്റ്റ്. 15 എണ്ണം ഇപ്പോൾ കൊടുത്തേക്കുന്നത്. അതിൽ എല്ലാവർക്കും പല പല അഭിപ്രായമായിരിക്കാം. അപ്പൊ നമ്മുടെ ഒരു പേഴ്സണലി നമ്മൾ ഇരുന്ന് സെലക്ട് ചെയ്തിട്ട് എടുത്തൊരു 15 സിനിമകളാണ്. അപ്പൊ ഇതിനകത്ത് ചില സിനിമകൾ വിട്ടുപോയിട്ടുണ്ടായിരിക്കാം. പിന്നെ കുറെ പടങ്ങൾ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പൊ റൈഫിൾ ക്ലബ് ഒക്കെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആ സിനിമ കണ്ടിട്ടില്ല. പക്ഷേ ഒരുപാട് പേര് ഇപ്പം പറയുന്നുണ്ട് ടോപ്പ് 10 വരാൻ പറ്റുന്നൊരു പടമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ സിനിമ കാണാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ലിസ്റ്റിനകത്ത് ഇടാത്തത്. അപ്പം മറ്റൊരു വീഡിയോ അടുത്ത് നമ്മൾ വീഡിയോ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇഷ്ടപ്പെട്ട 10 അതർ ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ ഉള്ള മറ്റ് തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി വെച്ചിട്ട് നമ്മളൊരു 10 സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ടതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. അപ്പൊ അതായിരിക്കും നമ്മുടെ നെക്സ്റ്റ് വീഡിയോ. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിർത്തുന്നു. ഓക്കെ.